ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് ഞങ്ങളുടെ ആച്ചിയുടെ വീട്ടിലാണ്. ഞാൻ ഒരുപാട് നാളായി ആച്ചിയുടെ വീട്ടിൽ വന്നിട്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനൊന്നും ഒക്കത്തില്ല. വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും മിക്കപ്പോഴും അത് നടക്കാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ഇന്ന് എന്തായാലും പോകണമെന്ന് കരുതി ഞാൻ സായാഹ്നമായി ഒരുക്കി വൈകിട്ടായപ്പോൾ ആച്ചിയുടെ വീട്ടിലോട്ട് വന്നു. ഞാൻ ചെന്ന സമയത്ത് അവിടെ എൻ്റെ ജുബിന മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സായാഹ്ന ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആച്ചിയുടെ എൻട്രി. ആച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ സായാഹ്നക്ക് നമ്മളെ ഒന്നും വേണ്ട കേട്ടോ, ആച്ചിയെ മതി. എനിക്ക് ഏറ്റവും വലിയൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നതാണ് എൻ്റെ ജുബിന. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല ഗൈസ്. അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാട്ടി ചെറിയ കൊച്ചാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത് സഹായ പോലെ തന്നെ അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യത്തിനും എനിക്കൊരു മോട്ടിവേറ്റ് ചെയ്യാനായാലും അതുപോലെ എന്നെ സ്കൂട്ടി പഠിപ്പിച്ചത് എല്ലാം അവൾ തന്നെ. അവളാണ് എൻ്റെ ഏറ്റവും ചെറിയ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പം അതിലും ചെറിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ സായാഹ്ന മോള്. അങ്ങനെ ഞങ്ങൾ ദേണ്ട സായാഹ്നയുടെ മുടി വെട്ടാനായിട്ട് പോവുക കേട്ടോ. സായാഹ്നയുടെ മുടി വെട്ടാനായിട്ട് ഞങ്ങൾ മുനീർക്കാട് കടയിലാണ് പോകുന്നത്. കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുക സായാഹ്നയുടെ മുടി വെട്ടണമെന്ന്. പെരുന്നാളിന് മുന്നേ തൊട്ട് പ്ലാൻ ചെയ്യുക, പക്ഷേ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ സാധാരണ വരുന്ന പോലെ മുനീർക്കാട് കടയിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവൾ ഒരു അലമ്പും ഉണ്ടാക്കിയിട്ടില്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. ആദ്യത്തെ ഇവളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, സെറ്റായിരിക്കുമെന്ന്. മുനീർക്കായും ഇത്രയും വലിയൊരു പണി എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. ആദ്യം 1-2 പേര് വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അവർ കഴിഞ്ഞിട്ടാണ് കയറിയത്. ഇവൾ ആദ്യം തന്നെ അലമ്പായിരുന്നു കേട്ടോ. ഇവൾ എന്താണെന്നറിയത്തില്ല, ഈ പ്രാവശ്യം ഇവൾ ഒട്ടും അങ്ങോട്ട് കോപ്പറേറ്റീവ് അല്ലായിരുന്നു. ഞാനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം എങ്ങനെയാണ് ഇനി ഒത്തിരി മുടിയുമായിട്ടുണ്ട്, ഇനി എപ്പോൾ ഇത് വെട്ടിത്തീരുമെന്നുള്ള ടെൻഷനായി എനിക്ക്. അങ്ങനെ ഞാനും ജുബിനായും കൂടി എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിരുത്തി. കുറച്ച് നേരം ഇവളെ മുനീർക്ക പുറത്തൊക്കെ കൊണ്ട് നിർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് മുടി വെട്ടാൻ ഒരുപാട് ട്രൈ ചെയ്തു കേട്ടോ. മുനീർക്ക് ആവുന്ന പടി 68 നോക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുടി വെട്ടാനായിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത് കേട്ടോ. സായാഹ്നയുടെ മുടി ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുത്തിട്ടാണ് വെട്ടിയത്. കാരണം എന്ന് വെച്ചാൽ അവളെങ്ങനെ സമാധാനിപ്പിച്ച് പയ്യെ പയ്യെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ആ മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ ആ മുടി വെട്ടി തീർത്തു. അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ റിയൽ ബസാറില്ലേ പുനലൂർ, അതിൻ്റെ ഇടതുവശത്ത് താഴോട്ടുള്ള റോഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണുന്നത് വരെ ടാറ്റാ.